തോക്കാനായിട്ട് മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. എന്താണ്? വീണ്ടും ജില്ലാ സെക്രട്ടറി ആവണം. ജില്ലാ സെക്രട്ടറിയായി കേരളത്തിൽ നിൽക്കണം. ഇന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാവണം. ഒരു വർഷക്കാലമായ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് വ്യക്തിപരമായും അല്ലാതെ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടായിരുന്നു. പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളുമായും എല്ലാ പാർട്ടിക്കാരുമായും ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് മുഴുവൻ പാർട്ടിക്കാരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് എവിടെ പോകണം അല്ലെങ്കിൽ എവിടെ നിൽക്കണമെന്നൊരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഏത് തരത്തിൽ അഴിമതി എന്ന് അത് അവർ തെളിയിക്കുന്നുണ്ട്, ഞാൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒഴിഞ്ഞു പോയപ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയാണ്. ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായില്ലല്ലോ. 20 പേര് പങ്കെടുത്ത ചർച്ചയിൽ ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള മംഗലപുരം CPM ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ CPM ഇദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മധു മുല്ലശ്ശേരി തന്നെ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് എന്നെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. സാർ, ഇന്നലെ ഈ ഒരു സമ്മേളനത്തിൽ എങ്ങനെയാണ് ഒരു ഇറങ്ങിപ്പോകുന്ന ആ ഒരു വഴിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അല്ല, ഇറങ്ങിപ്പോകാനെടുത്ത തീരുമാനം അത് ഇന്നലെ എടുത്ത തീരുമാനമല്ല. ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് വ്യക്തിപരമായും അല്ലാതെ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടായിരുന്നു. പാർട്ടി 6 കൊല്ലമായി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയായി നിൽക്കുമ്പോഴും പാർട്ടി നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനടുത്തും അതുപോലെ ആനാവൂർ നാഗപ്പനോടൊപ്പം ഞാൻ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. എന്നാൽ ഈ ഒരു കൊല്ലക്കാലമായി മാത്രമേ ജോയി ജില്ലാ സെക്രട്ടറിയായി വന്നിട്ടുള്ളൂ. ആ ജോയി ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് ഏരിയയ്ക്കകത്ത് വലിയ വിഭാഗീയ പ്രവർത്തനം തുടങ്ങിയത്. ഒരു പരിധി നോക്കിയാൽ തുണ പറയുന്നവരുടെയുള്ള പാർട്ടിയായി മംഗലപുരം ഏരിയ കമ്മിറ്റി മാറി. പാർട്ടി മംഗലപുരം ഏരിയ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മംഗലപുരത്ത് ഒരു ഏരിയ കമ്മിറ്റി ഇല്ലാത്ത അവസ്ഥ ഈ ജോയി ഉണ്ടാക്കി. ഏരിയ കമ്മിറ്റി ആഫീസ് ജോയിയുടെ വീട്ടിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു കൊല്ലകാലമായി ജോയി കാണിച്ച അവഗണന വലുതാണ്, താങ്ങാവുന്നതിലും അപ്പുറമാണ്. അല്ലാതെ നേരത്തെ ഒരു പ്രശ്നമില്ലല്ലോ. കടകംപള്ളിയുടെ അടുത്തോ ഒരു പ്രശ്നമില്ല, ആനാവൂരിൻ്റെ വേറെ പ്രശ്നമില്ല, വേറെ പദവികളുടെ പ്രശ്നമില്ല. ഞാൻ ഇന്നും ഇന്നലെയും പാർട്ടിയിൽ വന്നതല്ല. ഏതാണ്ട് 42 വർഷമായി. ഏതാണ്ട് 6-8 കൊല്ലക്കാലം പാർട്ടി ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. 6 വർഷം പാർട്ടി ഏരിയ സെക്രട്ടറിയായി. ഈ ഒരു വർഷക്കാലമാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ അഴിമതിക്കാരനാണെന്നാണ് പറയുന്നത്. ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്ന് പറയണം, ഞാൻ കേട്ടില്ല. പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാൾ അവർ പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ പറയണ്ടേ ഞാൻ അഴിമതിക്കാരനാണെന്ന്? ഏത് തരത്തിൽ അഴിമതി എന്ന് അത് അവർ തെളിയിക്കണ്ടേ ഞാൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ? അപ്പോൾ ഒഴിഞ്ഞു പോയപ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയാണ്. ഞാൻ അവരെ വെല്ലുവിളിച്ച് ചോദിക്കുന്നത് ഏത് തരത്തിൽ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്? ഞാൻ ഇന്ന് പാർട്ടിയിലില്ല. അവരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കുക, പക്ഷേ ഞാൻ പാർട്ടിയിലില്ല. ഞാൻ സ്വയമേ ഇറങ്ങി വന്നതാണ്. നമ്മളെ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ചാണ് ഇറങ്ങി വന്ന ഒരാളിനെ പാർട്ടി ഏത് നിമിഷവും പുറത്താക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ ആ നിലപാട് എടുത്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പല നേതാക്കളും എന്നെ ബന്ധപ്പെട്ടു, പോകരുത്, ആലോചിക്കണം. സംസ്ഥാന നേതാക്കളാരെങ്കിലും സംസ്ഥാന നേതാക്കളാണ് ബന്ധപ്പെട്ടത്. സംസ്ഥാന തലത്തിലുള്ള നേതാക്കളാണ് ബന്ധപ്പെട്ടത്. ഒരു കാരണവശാലും പോകരുത്. ഇന്നും ബന്ധപ്പെട്ടിരുന്നു, പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇനിയൊരു തിരിച്ചുപോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും. മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേർക്കാനുള്ള സാധ്യതയുണ്ടോ? ഏതെങ്കിലും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്കിവിടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ലല്ലോ. അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ ഏതൊക്കെ പാർട്ടിക്കാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്? കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട്, BJPയുടെ സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. 2 ദിവസമായി ADMK PV അൻവർ, DMK PV അൻവർ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാനുമായി ബന്ധപ്പെട്ട് നേരത്തെ ബന്ധമുണ്ട്. പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളുമായും എല്ലാ പാർട്ടിക്കാരുമായും ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് മുഴുവൻ പാർട്ടിക്കാരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് എവിടെ പോകണം അല്ലെങ്കിൽ എവിടെ നിൽക്കണമെന്നൊരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല.
ഇന്നലെ 1 മണിക്ക് ശേഷം നടന്ന കാര്യങ്ങളാണിതെല്ലാം. രാവിലെ തന്നെ ഞാൻ അറിഞ്ഞു എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. ഞാൻ ചോദിച്ച ചോദ്യം ഇതേ ഉള്ളൂ, ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം ഞാൻ പാർട്ടിയോട് ചോദിച്ചിരുന്നു. അതിന് ഉത്തരവ് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് അവിടെ ചർച്ചയുണ്ടാവണം. ഞാൻ അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള തരത്തിൽ പ്രവർത്തിച്ചു, ഈ ഒരു ആരോപണവും ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായില്ലല്ലോ. 20 പേര് പങ്കെടുത്ത ചർച്ചയിൽ ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പിന്നെ ചെയ്യേണ്ടത് എന്നെ ഈ 6 വർഷത്തെ പ്രവർത്തനം മോശമായിരിക്കണം, അങ്ങനെ മാറ്റാം. അങ്ങനെയല്ലല്ലോ, പുതിയതായിട്ട് വന്ന ഏരിയ കമ്മിറ്റിയാണ്. ഈ ഏരിയ കമ്മിറ്റി ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മുമ്പ് നിൽക്കുന്ന കമ്മിറ്റികളിൽ ഒരു കമ്മിറ്റിയാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി. 6 മാസം കൊണ്ട് ഒരു പാർട്ടി ആപ്പീസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ആപ്പീസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായി സ്ഥലം വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തിയാണ് അവിടെ നടത്തിയത്. അതിൽ 16 ലക്ഷം രൂപ അധികം ബാലൻസ് വന്നു. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ ഇവർ അഴിമതി നടത്തുന്നു എന്ന് പറയുന്ന പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റിയുണ്ട്. ഇന്ന് 27 ലക്ഷം രൂപ നീക്കിയിരിപ്പുള്ളൊരു കമ്മിറ്റിയാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി. എങ്ങനെ അഴിമതി കാണിച്ചെങ്കിൽ അത് വരാനായിട്ട് സാധിക്കും? ഒരു പാർട്ടി ഓഫീസിനും ഒരു പാർട്ടി ഓഫീസിലും കാണില്ല. അങ്ങനെയല്ല, നല്ല പ്രവർത്തനം നടത്തി ജനങ്ങളോടൊപ്പം നിന്നൊരു പാർട്ടിയാണ്. പക്ഷേ ഈ ജോയിയുടെ നിലപാട് ഒരിക്കലും നമുക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. തുടർന്ന് പോകാനും എനിക്ക് സാധിക്കുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് 42 വർഷം പാർട്ടിയെ സ്നേഹിച്ച ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ പാർട്ടിയെ കുറ്റം പറയുന്നില്ല. ജോയിയുടെ നിലപാട് എനിക്ക് താങ്ങാനായിട്ട് പറ്റുന്നില്ല. ജോയിയുടെ നിലപാടിനെ കുറിച്ച് ഈ സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്തായിരുന്നു പ്രതികരണം? എന്തായിരുന്നു? സംസാരിക്കാം, ശരിയാവും എന്നുള്ള നിലപാടായിരുന്നു. ഈ ഏരിയ സമ്മേളനത്തിൽ പോലും വിഭാഗത ഉണ്ടാക്കിയാണ് വേറെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. അതിന് ചുക്കാൻ പിടിച്ച ജോയിയാണ്. ഒരുപാട് മുതിർന്ന നേതാക്കളുണ്ടല്ലോ, എന്നിട്ടും എങ്ങനെ വി ജോയി ജില്ലാ സെക്രട്ടറിയായി വന്നു? അല്ല, അത് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. ജോയിയേക്കാൾ സീനിയറായ നിരവധി ആളുകളുണ്ട്. അതെല്ലാം വെട്ടിപ്പിടിച്ച് കയറി വരികയാണ് ചെയ്തത്. ജോയിക്ക് എന്നും അധികാരമാണ് വലുത്. അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണോ ജോയി? അല്ല, അത് പല ഘടകങ്ങളുണ്ടല്ലോ. ആവശ്യത്തിന് ജാതി സംഘടനകളെ പിടിക്കും, അല്ലെങ്കിൽ നേതാക്കളെ കാണും. അത്തരത്തിലാണ് അധികാരമോഹം ഒരു ആളാണ് വി ജോയി. എന്തിന് ഒരു സൊസൈറ്റി ഇലക്ഷൻ നടന്നാൽ അവിടെ മത്സരിക്കണം, ഒരു പഞ്ചായത്തിലൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ മത്സരിക്കണം, ബ്ലോക്കിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ മത്സരിക്കണം, ജില്ലാ പഞ്ചായത്തിൽ നടന്നാൽ മത്സരിക്കണം. അധികാരമില്ലാതെ നിൽക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ തോക്കാനായിട്ട് മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. എന്താണ്? വീണ്ടും ജില്ലാ സെക്രട്ടറി ആവണം, ജില്ലാ സെക്രട്ടറിയായി കേരളത്തിൽ നിൽക്കണം. നിന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാവണം. അങ്ങനെ അധികാരമോഹിയായ ഒരു ആളാണ് വി ജോയി. സാധാരണ സ്ഥാനാർത്ഥികൾ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞാണ്, സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കാനാണ്. പക്ഷേ വി ജോയി മത്സരിച്ചത് തോക്കാനാണ്. തോക്കാൻ വേണ്ട തോറ്റപ്പോൾ ചിരിച്ചൊരു സ്ഥാനാർത്ഥി വി ജോയിയാണ്. സാധാരണ സ്ഥാനാർത്ഥികൾ തോക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവും. പക്ഷേ വി ജോയി മത്സരിച്ച് ജയിച്ചപ്പോൾ സന്തോഷത്തിൽ തന്നെയായിരുന്നു. എന്താ? തിരിച്ച് ജില്ലാ സെക്രട്ടറി, അതിനിടയ്ക്ക് ജില്ലാ സെക്രട്ടറിയായി ആക്ട് ചെയ്ത ഒരാളാണ്. ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതാണ് ജോയിയുടെ ഒരു രീതി. അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നൊരു ആളാണ് വി ജോയി. അധികാരമില്ലാതെ നിന്ന് പോകാനായിട്ട് പറ്റില്ല. അതിനെ തടയിടുന്നവരോ അതിനെതിരായിട്ട് സംസാരിക്കുന്നവരെ വെട്ടി നിരത്തുക. നിയമപരമായല്ല, ഒരു LC സെക്രട്ടറി പോലും ആയിട്ടില്ല, ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പ്രതിനിധി പോലും സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി പോലും അല്ലാതിരുന്ന ജോയി സംസ്ഥാന കമ്മിറ്റിയിൽ വരികയാണ്. അതിനെല്ലാം പല ഘടകങ്ങളുണ്ട്. അങ്ങനെയാണ് ജോയിയുടെ പ്രവർത്തനം ഇത്രയും നാൾ നടന്നു വന്നിട്ടുള്ളത്. അങ്ങ് പാർട്ടി വിട്ടാൽ മറ്റാരെങ്കിലും കൂടെ വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിരവധി ആളുകൾ. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല പാർട്ടി വിട്ടത്. പക്ഷേ അതിനുശേഷം ഇന്നും ഇന്നലെയുമായി നടന്ന ഞാനുമായി ബന്ധപ്പെട്ട് നിരവധി പാർട്ടി സഖാക്കൾ ഞാനുമായി ബന്ധപ്പെട്ട് എന്നോടൊപ്പം വരാനായിട്ട് തയ്യാറായിട്ടുണ്ട്. നിരവധി സഖാക്കൾ വരാനായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ജില്ലയിലെ പല ഏരിയ സെക്രട്ടറിമാർക്കും ഈ അഭിപ്രായമുണ്ട്. ജോയിയുടെ പ്രവൃത്തിയിൽ അമർഷമുണ്ട്. MV ഗോവിന്ദനെ ഈ വിഷയം അറിയിച്ചിരുന്നു? ഇല്ല, അത് ഞാൻ അറിയിച്ചില്ല. അങ്ങനൊരു പോരായ്മ എന്നിലുണ്ട്. ഗോവിന്ദനെ അറിയിച്ചില്ല എന്നുള്ളത്
ഒരു പോരായ്മ. അതല്ലാതെയാണ് ജില്ലാ നേതാക്കളുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അവരാരും ഈ പറഞ്ഞ കണക്ക് അതിനെ ഒരു ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ നേതൃത്വം കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതി താങ്കൾക്കുണ്ട്? ഉണ്ട്. കൃത്യമായി ഇടപെട്ടില്ല എങ്കിൽ ഇത് സംഭവിക്കില്ല. വലിയ ദുരനുഭവമാണ് എനിക്കുണ്ടായത്. ഒരിക്കലും ഒരു പാർട്ടി സഖാവിന് യോജിക്കാത്തതിലുള്ള വിഭാഗീയ പ്രവർത്തനമാണ് ജോയി ഈ ഏരിയ കമ്മിറ്റിയിൽ നടത്തിയത്, തിരുവനന്തപുരം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടക്കാരെ മാത്രം നിലനിർത്തുക, ഇഷ്ടക്കാരെ കമ്മിറ്റികളെല്ലാം കുത്തി നിറയ്ക്കുക, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത്രയും കാലം പാർട്ടി പ്രവർത്തകനായി നിലനിന്നു, പെട്ടെന്ന് പുറത്താക്കുന്നു. എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? എന്തായി? അല്ല, അതുണ്ടാവുമല്ലോ. ഏതാണ്ട് 42 വർഷം പ്രവർത്തിച്ച ഒരു പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ഇല്ലയെന്ന് പറയാനിക്കാൻ പറ്റില്ല, ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ദീർഘകാലം ഇതിനു വേണ്ടി നിന്നതല്ലേ, പല തലത്തിൽ നമ്മൾ പ്രവർത്തിച്ച് നിന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു മാനസിക പ്രയാസമുണ്ട്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൃത്യമായി നിലപാടെടുത്തോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് ഇനി പോകേണ്ടത് എന്ന്? ഇല്ല, അത് അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കേരളത്തിലെ പ്രമുഖ പാർട്ടികളെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാന നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, BJP ബന്ധപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം ലീഗ് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവസാനമായി PV അൻവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ നേതാക്കളും RSP ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികളും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു തീരുമാനം ഏത് പാർട്ടിയിൽ പോകണമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും താമസിക്കാതെ 2 ദിവസത്തിനകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണം. പൊതുവെ ഈ പുറത്താക്കിയപ്പോൾ ഈ സഹപ്രവർത്തകരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? താങ്കളുടെ വിളിച്ച് സംസാരിച്ചിരുന്നു, എന്താണ് പറഞ്ഞത്? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ടോ അല്ലെങ്കിൽ അത് കൂട്ടായി പ്രവർത്തിക്കണമെന്നോ കൂട്ടായി ഒരു ബഹളം ഉണ്ടാക്കണമെന്നുള്ള അങ്ങനെ ഒരു തീരുമാനമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഈ സഹപ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പറയുന്നുണ്ടല്ലോ, അതിനുശേഷമാണ് നിരവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ടത്. കൂടെ ഉണ്ടാവും എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു ആൾകൂട്ടി ഒരു ബലാബലത്തിന് ഞാനിപ്പോൾ ശ്രമിക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല. വരട്ടെ, എല്ലാത്തിനും ഒരു അവസരം ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ പറയാനുമുണ്ട്. അതെല്ലാം നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും വലിയ വിഭാഗീയതയാണ് ഈ ജില്ലാ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നതാണ് മധു മുല്ലശ്ശേരി പറയുന്ന കാര്യം. താൻ ഇനി മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ പോവുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.